ഹെരോദാവിൻ്റെ ബർത്ത്ഡേ, സ്നാപക യോഹന്നാൻ്റെ ഡെത്ത് ഡേ. നോക്കിക്കേ, ദുഷ്ടന്മാർ പ്രബലപ്പെടുമ്പോൾ അവരുടെ ആഘോഷങ്ങൾ നീതിമാന്മാരുടെ രക്തം കൊണ്ടാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. എന്താ കാര്യം? ഹെരോദിയ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആഗ്രഹമാണ് രാജ്യത്തിൻ്റെ പകുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു, എനിക്കിതെല്ലാം കിട്ടിയാലും എനിക്ക് സന്തോഷം വരികയില്ല. എന്നെ കുറ്റപ്പെടുത്തുന്നൊരു ശബ്ദം ഉയരുന്നു, ഞാൻ ചെയ്ത പാപങ്ങളെ പിടിച്ചു പറയുന്ന ഒരു ശബ്ദം. എടാ, അത് കേട്ട് മാനസാന്തരപ്പെടുകയല്ലേ വേണ്ടത്? കൊന്നിട്ട് പ്രശ്നം തീർന്നോ? യോഹന്നാൻ സ്നാപകനെ തലവെട്ടി കൊന്നിട്ട് യേശു കർത്താവിൻ്റെ പ്രവൃത്തികൾ കേട്ടപ്പോൾ കൊന്നവൻ പറയണത്, ഞാൻ കൊന്നവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സത്യത്തോട് എതിർത്ത് നിൽക്കാൻ കഴിയുകയില്ല. സത്യം ആരും വിളിച്ചു പറഞ്ഞില്ലേ, നിങ്ങളുടെ മനസാക്ഷി എന്ന് വിളിച്ചു പറയും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കിടപ്പറയിൽ സ്വസ്ഥത നൽകുകയില്ല. ഈ ലോകത്തിലെ സകല സമ്പത്തും കിട്ടിയാലും സത്യത്തിന് വിരോധമായി നിന്നാൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുകയില്ല. സത്യത്തിന് കീഴടങ്ങണം. സത്യത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കീഴടങ്ങുക എന്നാണ്. അതിൽ ലജ്ജിക്കാനൊന്നുമില്ല. ദൈവം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങളുണ്ടായത്. നിങ്ങളുടെ സൃഷ്ടാവിന് കീഴടങ്ങുക. നീതി കുടുംബത്തെ ഉയർത്തും, പാപം കുടുംബത്തിന് അപമാനമാണ്.